അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളിലെ മഹാന്മാരിൽപ്പെട്ട ആളാണ്. സഹാബികളുടെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ ഹബീബിന്റെ സുഹ്ബത്ത് ഉണ്ടായില്ല. അബൂ മുസ്ലിം അൽ ഖൗലാനി അൽ യമനി റളിയല്ലാഹു തആല അൻ. അസ്വദുൽ അനസി എന്ന് പറയുന്ന യമനിലെ കള്ളപ്രവാചകൻ തീക്കുണ്ടാരമുണ്ടാക്കിയതിലേക്ക് വലിച്ചെറിഞ്ഞ അന്നത്തെ വായിലാണ് മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ രാത്രി കാലൊക്കെ തളരുമ്പോൾ ചാട്ടവാറുകൊണ്ട് കാലിലടിച്ചുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചങ്ക് പിളരും ആ വാക്ക് കേൾക്കുമ്പോഴേക്കും. എന്താണ് പറയുന്നത്? നിസ്കരിക്കുക അബൂ മുസ്ലിമേ, നീ നിസ്കരിക്കുക എന്ന് സ്വന്തം കാലിലടിച്ച് പറയുകയാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു. രണ്ട് അബൂ മുസ്ലിമാരുണ്ട്. ഒന്ന് അബൂ മുസ്ലിം അൽ ഖുറാസാനി, അയാൾ മുസ്ലിമാണ്, പക്ഷേ കാന സഫാക്കൻ, 2 മില്യൺ മുസ്ലിമീങ്ങളെ കൊന്ന ആളാ. 2 മില്യൺ, 20 ലക്ഷം മുസ്ലിമീങ്ങളെ അന്ന് വധിച്ച അബ്ബാസികൾക്ക് വേണ്ടി പണിയെടുത്ത ആൾ അബൂ മുസ്ലിം അൽ ഖുറാസാനി. അയാളല്ല വലഹു മിനല്ലാഹി മാ യസ്തഹിഖ്. പക്ഷേ നമ്മൾ ഈ പറയുന്ന അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു താബിഈയാണ്. സ്വഹാബിമാർ കണ്ടു, സിദ്ദീഖ് തങ്ങൾ ഉണർന്നവരും കണ്ട മഹാനാണ്. തീയിന്ന് രക്ഷപ്പെട്ടപ്പോൾ യമനിൽ നിന്ന് ഓടി വന്നത് മദീനത്തെ പള്ളിയിലേക്കാ. മക്കയിലൊന്നും സ്റ്റോപ്പ് ഓവർ എടുത്തില്ല. ഹറമിലൊക്കെ ഒന്ന് കടന്നങ്ങൾ പോന്ന് നേരെ വന്നത് ഹബീബായ നബിയുടെ പള്ളിയുടെ മുമ്പിലേക്ക്. ഫസല്ല ഇലാ സാരിയത്തിൻ മിൻ സവാരി മസ്ജിദ് റസൂലില്ലാ, ഹബീബായ നബിയുടെ പള്ളിയുടെ ഒരു തൂണിലേക്ക് നിന്നുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് ഉള്ളത്. നബി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. അഹുവ ഇതാണോ മൂപ്പര് എന്ന് ചോദിച്ചു. ഇതാണോ മൂപ്പര്? അപ്പൊ കേട്ടിട്ടുണ്ട് യമനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ബാബിലോണിൽ തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇബ്രാഹിം നബി രക്ഷപ്പെട്ട പോലെ ഈ ഉമ്മത്തിൽ ഇബ്രാഹിം നബിയുടെ അനുഭവമുണ്ടായ ഒരു മനുഷ്യനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. തീയിലേക്ക് എറിഞ്ഞിട്ട് ഒരു കൂസലില്ലാതെ എഴുതിയിട്ട് പോയത് തീയിൻ്റെ ഉള്ളിൽ നിന്ന്. അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സലാം വിട്ടാൻ വേണ്ടി കാത്തിരുന്നു. സിദ്ദീഖ് എന്നവരും പോയി ചെന്ന് കെട്ടിപ്പിടിച്ചു. ഉമർ എന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അറാനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ മാ ഫഅല ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സംഭവിച്ചത് ഈ ഉമ്മത്തിൽ സംഭവിച്ചതായി ഞങ്ങൾക്ക് കാണിച്ചു തന്ന റബ്ബേ എന്ന് പറഞ്ഞ് അബൂ മുസ്ലിം അൽ ഖൗലാനിയെ കെട്ടിപ്പിടിക്കുക ചെയ്തത്. ആ മഹാനുഭാവൻ കാലിൽ ചാട്ടവാറുകൊണ്ട് അടിച്ചുകൊണ്ട് പറയുമായിരുന്നു അത്രേ, അയലുൻ വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ, വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ ഹത്താ യദുന്ന അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. ഞങ്ങളും അവിടെ തിരക്കാൻ വരും, സ്വർഗത്തിന്റെ വാതിലിൽ തിരക്കാൻ വരും. യാ അല്ലാഹ്, സ്വർഗത്തിന്റെ വാതിൽ. നബി തങ്ങൾ പറഞ്ഞു 1000 വർഷം യാത്ര ചെയ്താലാണ് ഡോറിന്റെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് എത്തുകയുള്ളൂ. അത്രമേൽ വിശാലമായ സ്വർഗത്തിന്റെ കവാടം. 1000 വർഷം ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ, ഒരു നോർമൽ സ്പീഡിൽ യാത്ര ചെയ്താൽ എത്തുന്ന ദൂരെത്രയാണോ അത്ര വലുപ്പുണ്ട് വാതിൽക്കട്ടിൽ സ്വർഗത്തിൻ്റെത്. തങ്ങൾ പറഞ്ഞു വഹുവ ഖദീൽ, ഒരു ദിവസം വരും അന്ന് ആ സ്വർഗവാതിൽ തിക്കും തിരക്കുമായിരിക്കും. അവിടെ ഇത്ര വലിയ വാതിൽ കയറാൻ തിക്കും തിരക്കുമുള്ളൊരു ദിവസം വരുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉലൈക യാ റബ്ബ്, അല്ലാഹുവേ ആ ഒരു സംഘത്തിൽ ഞങ്ങളെയും ചേർത്തി തരണമേ തമ്പുരാനെ. ബിമഹദി ഫദ്ലിക്, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം മുമ്പിനെ ഒന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ബിഫദ്ലില്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ. നമ്മളീ കാട്ടിക്കൂട്ടണത് നല്ല മുമ്പിനെ ഇതൊന്നും ഇവിടെയൊന്നും അല്ല വിഷയം കിടക്കുന്നത്. അള്ളാഹുവിൻ്റെ ഫദ്ലില്ലാതെ ഒന്നും അനങ്ങാൻ കഴിയില്ല. വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങേക്കും കഴിയില്ലയോ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹിൻ്റെ ഫദ്ലില്ലാതെ? കഴിയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹു റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റും. ഇന്നക്കും ലൻ യദ്ഖുല അഹദുകുമുൽ ജന്നത ബിഅമലി, നിങ്ങൾ ആരും സ്വന്തം അമല് കൊണ്ട് സ്വർഗം വാങ്ങാനൊന്നും നിൽക്കണ്ട, നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങളുടെ മുഖത്തുള്ള 2 കണ്ണിന് പകരം നിങ്ങൾ ജനിച്ചത് മുതൽ മരിക്കുന്നവരെ സുജൂദിൽ കടന്നാൽ ആ 2 കണ്ണിനുള്ള ശുക്രാവൂല. പിന്നെ എങ്ങനെ നിങ്ങൾ സ്വർഗം വാങ്ങാം? സ്വർഗം അള്ളാഹുവിൻ്റെ ഫദ്ലോടുകൂടെ കിട്ടുള്ളൂ. മഹാനവറുകൾ പറഞ്ഞ വാക്ക്, ഞങ്ങളും തിരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽക്കൽ. ആരെ തിരക്കാൻ? സ്വഹാബിമാരെ തിരക്കാൻ. സ്വഹാബിമാരെ ഹബീബിന്റെ കൂടെ ഉണ്ടാവുക. അഫ്ളലു ഖൽഖില്ലാഹി ബഅദ റസുൽ, അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാർ സ്വഹാബിമാരാണ്. അത് കഴിഞ്ഞാലേ ബാക്കി സ്വാലിഹീങ്ങളൊക്കെ വരുന്നുള്ളൂ. ആ അഫ്ളലുൽ ഖൽഖ് ബഅദൽ അംബിയാ, ഹബീബിന്റെ കൂടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് തിരക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ താബിഈങ്ങളും അവിടെ കൂടെ നിൽക്കും. ഹത്താ യദുന്ന അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ.
അങ്ങനെ സ്വഹാബിമാർക്ക് തോന്നണം ഞങ്ങളുടെ ബാക്കിൽ വന്ന ആളുകളും ആൺകുട്ടികളാണ് എന്ന്. സ്വഹാബിമാർ നമ്മളെപ്പറ്റി മനസ്സിലാക്കണം. അതിന് അബൂ മുസ്ലിമേ എഴുന്നേറ്റ് നിസ്കരിക്ക്. കാരണം സ്വഹാബിമാര് ചെയ്ത അമലിനോളം ഒരിക്കലും ഒരു താബിഴിക്ക് എത്താൻ കഴിയില്ല, ശേഷമുള്ള ഒരാൾക്കും എത്താൻ കഴിയില്ല. നബി തങ്ങളോട് കൂടെ നിന്ന ഒരു അര സെക്കൻഡ് ഹബീബിന്റെ കൂടെ നിന്നൊരു ഫضല് ജീവിതകാലം മുഴുവൻ ഇബാദത്ത് ചെയ്താലും ഒരു മനുഷ്യന് കിട്ടൂല. സ്വഹാബി തന്നെയാണ്. ആ ഒരു മർത്തബ ലൻ തുനാൽ, അതൊരിക്കലും മനുഷ്യന് കിട്ടൂല. അത് ഹബീബിന്റെ അഹദ് കാലത്ത്, തങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഞങ്ങൾ മോശക്കാരാന്ന് സ്വഹാബിമാര് വിചാരിക്കൂലേ? അവരുടെ കാലം കഴിഞ്ഞപ്പോൾ വന്ന ആൾക്കാരൊക്കെ മടിയന്മാരാ, ഇബാദത്തില്ലാത്തവരാണ് എന്ന് സ്വഹാബിമാര് വിചാരിക്കരുത്. അതുകൊണ്ട് ഞങ്ങളും അവിടെ തിക്കും തിരക്കും, സ്വർഗത്തിന്റെ വാതിൽക്കൽ തിക്കും തിരക്കുണ്ടാകുമ്പോ ഞങ്ങൾ താബിഈങ്ങളും തിരക്കാൻ വരും. അതുകൊണ്ട് ശരീരമേ നിന്ന് നിസ്കരിക്കേ എന്ന് പറഞ്ഞ് കാലിലടിച്ചുകൊണ്ട് നിസ്കരിപ്പിച്ചിരുന്ന മഹാന സ്വന്തത്തെ. അതാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു.